നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. പുനലൂർ മർത്തോമ ബോയ്സ് ഹോമിന്റെ നവതി ആഘോഷങ്ങൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ബാലമന്ദിരങ്ങൾ കുട്ടികളെ സംരക്ഷിക്കുന്നതിനൊപ്പം മുഖ്യധാരയിലേക്ക് നയിക്കുകയും ചെയ്യുന്നുവെന്ന് മുഖ്യമന്ത്രി. പത്തനാപുരം ഗാന്ധി ഭവന്റെ മാധ്യമ അവാർഡുകൾ മുഖ്യമന്ത്രി വിതരണം ചെയ്തു. മുഖ്യമന്ത്രിക്ക് പുനലൂരും പത്തനാപുരത്തും LDF പ്രവർത്തകരുടെ കരിങ്കൊടി. പത്തനാപുരത്ത് ഗണേഷ് കുമാറിനെതിരെയും പ്രതിഷേധം. 2010 ആൾമാറാട്ടം നടത്തിയും വ്യാജരേഖ ചമച്ചും കോടതിയെ കബളിപ്പിച്ച് ജാമ്യം നേടിയതിന് ബിജു രാധാകൃഷ്ണനെതിരെ പുതിയ കേസ്. നരിക്കലിൽ റബ്ബർ തോട്ടത്തിലെ പാഴ്ക്കിണറിൽ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി. വാർത്തകൾ വിശദമായി. പുനലൂർ മർത്തോമ ബോയ്സ് ഹോമിന്റെ നവതി ആഘോഷങ്ങൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ബാലമന്ദിരങ്ങൾ കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൈപിടിക്കുക കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ബാലമന്ദിരങ്ങൾ എന്ന ആശയം കുട്ടികളെ സംരക്ഷിക്കുക മാത്രമല്ല, അവരെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുക കൂടിയാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പുനലൂർ മർത്തോമ ബോയ്സ് ഹോമിന്റെ നവതി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ബാലമന്ദിരത്തിന്റെ ആശയം തന്നെ കുറെ കുട്ടികളെ സംരക്ഷിക്കുക എന്ന് മാത്രമല്ല, ആ കുട്ടികളുടെ മാത്രം കാര്യമല്ല, ഈ സമൂഹത്തിന്റെ ഒരു വലിയ കടമയാണ് അതിലൂടെ നിറവേറ്റിയിരിക്കുന്നത്. കാരണം ഈ സമൂഹത്തിന്റെ ഭാഗമാകേണ്ട, ഈ സമൂഹത്തിന് ഏറ്റവും പ്രയോജനം ചെയ്യേണ്ട കുട്ടികൾ, അവർക്ക് വേണ്ടത്ര സ്നേഹം കൊടുക്കാൻ, അവരെ കരുതാൻ, അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കാൻ സാധിക്കാതെ വന്നാൽ ആ കുട്ടികളെ മാത്രമല്ല, ആ നാടിനെയും ആ സമൂഹത്തെയും അത് ദോഷകരമായിട്ട് ബാധിക്കും. സമൂഹത്തിന് ഏറ്റവും നല്ലവരായി തീരേണ്ട കുറെ ചെറുപ്പക്കാർ സമൂഹത്തിന് ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നവരായിട്ട് മാറിയാൽ ആ കുട്ടികൾ മാത്രമല്ല, അവരുടെ കുടുംബം മാത്രമല്ല, ഈ സമൂഹത്തിന് തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാകും. ആ കാര്യത്തിൽ ഈ ബോയ്സ് ഹോം ചെയ്തിട്ടുള്ള സേവനം, ഈ സമൂഹത്തിന് അർപ്പിച്ചിട്ടുള്ള സേവനം വളരെ വലുതാണ്. ലക്ഷങ്ങൾ ചെലവഴിച്ച് ജൂബിലികൾ സംഘടിപ്പിക്കുമ്പോൾ സംഘാടകർ നാളേക്ക് എന്തു നൽകുന്നുവെന്ന് ചിന്തിക്കണം. കലയനാട് എന്ന ചെറിയ ഗ്രാമത്തിന്റെ വികസനം ലക്ഷ്യമാക്കിയുള്ള കലയനാട് വിഷൻ പോലെയുള്ള പദ്ധതികൾ ജൂബിലിയും നവതിയും ആഘോഷിക്കുന്ന സംഘടനകൾ നടപ്പിലാക്കണം. ഇതൊരു മാതൃക ആയിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മുടെ നാട്ടില് ജൂബിലികളൊക്കെ ധാരാളം നടക്കാറുണ്ട്. ആ ജൂബിലികളൊക്കെ ആഘോഷപൂർവം നടത്തി അവസാനിപ്പിക്കുകയും ചെയ്യാറ്. പുനലൂർ ബോയ്സ് ഹോമിന്റെ നവതി ആഘോഷം ഒരു വലിയ പരിപാടിയോടുകൂടി ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രയോജനം നാളെ ഈ നാട്, ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ലഭ്യമാക്കത്തക്ക വിധത്തിലുള്ള പരിപാടികളോടുകൂടിയാണ് നിങ്ങൾ നടത്തുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു മാതൃക. ആഘോഷങ്ങളിലും വലിയ ചെലവുകൾ വരുത്തുന്നതിനുമല്ല, മറിച്ച് കർമ്മ പരിപാടികൾ, സമൂഹത്തിന് പ്രയോജനകരമായിട്ടുള്ള പരിപാടികൾ, ആ പ്രവൃത്തിയാണ് മറ്റെന്തിനേക്കാളും വലുത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്നേഹപൂർവ്വം എന്ന പരിപാടിയെക്കുറിച്ച് മുഖ്യമന്ത്രി വിശദീകരിച്ചു. മാതാപിതാക്കളുടെ സംരക്ഷണം പല കാരണങ്ങൾ കൊണ്ടും ലഭിക്കാതെ വരുന്ന കുട്ടികൾക്ക് ബന്ധുജനങ്ങളിൽ ആരെങ്കിലും സംരക്ഷണം നൽകിയാൽ അങ്ങനെയും, അല്ലാതെ വിദ്യാഭ്യാസ ചെലവ് ഉൾപ്പെടെയുള്ള ജീവിതമാർഗ്ഗങ്ങൾ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് വഴിയും നടപ്പിലാക്കുന്നുണ്ടെന്നും അതിന് ജനങ്ങളുടെ അകമഴിഞ്ഞ സഹായം ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്നേഹപൂർവ്വം എന്നാണ് പദ്ധതിയുടെ പേര്. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികളെ സംരക്ഷിക്കാൻ, അവരുടെ വിദ്യാഭ്യാസ ചെലവ് വഹിക്കാനുള്ള ഒരു പദ്ധതിയാണ് സ്നേഹപൂർവ്വം. അച്ഛനും അമ്മയും ഇല്ലാതെ അതേസമയം അവരെ സംരക്ഷിക്കാൻ ഏതെങ്കിലും ബന്ധുക്കൾ, വല്യമ്മയോ വല്യച്ഛനോ അല്ലെങ്കിൽ
അച്ഛൻ്റെ സഹോദരങ്ങളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സംരക്ഷണത്തിൽ, പക്ഷേ അവർക്ക് ഈ കുട്ടികളുടെ ബാധ്യത ഏറ്റെടുക്കാൻ, വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാകുകയും ചെയ്താൽ അങ്ങനെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ്, അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ചെലവ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് വഴി നിറവേറ്റുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു പദ്ധതി ഉണ്ടാക്കിയിട്ടുള്ളത്. ഡോക്ടർ ജോസഫ് മർത്തോമ മെത്രാപ്പൊലീത്ത അധ്യക്ഷനായി. ജോസഫ് മാർ ബർണബാസ് എപ്പിസ്കോപ്പസ് സ്വാഗതം പറഞ്ഞു. മർത്തോമ ദയറ ആചാര്യ റവറൻ പി ഫിലിപ്പ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. എൻ പീതാംബരക്കുറുപ്പ് എം പി, KPCC വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി, പുനലൂർ രൂപത ബിഷപ്പ് സിൽവിസ്റ്റർ പൊന്നുമുത്തൻ, സഭാ സെക്രട്ടറി റവറൻ PT തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടതുപക്ഷ സംഘടനാ പ്രവർത്തകരും ജനപ്രതിനിധികളും മുഖ്യമന്ത്രിയുടെ പരിപാടി ബഹിഷ്കരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സംസ്ഥാനത്ത് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന അഗതി മന്ദിരങ്ങൾക്ക് ഭക്ഷണവും മരുന്നും സൗജന്യമായി നൽകാൻ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. പത്തനാപുരം ഗാന്ധിഭവനിൽ മാധ്യമ അവാർഡുകൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്ഷ്യധാന്യങ്ങളും രോഗികൾക്കുള്ള മരുന്നുകളും ചികിത്സയും ഗാന്ധിഭവൻ പോലെ സംസ്ഥാനത്ത് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ അഗതി മന്ദിരങ്ങൾക്കും നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്നേഹവും കരുതലുമാണ് ആശ്രയ കേന്ദ്രങ്ങളിൽ കഴിയുന്ന അഗതികൾക്ക് ആവശ്യമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. MLA KB ഗണേഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. ഉമ്മൻചാണ്ടിയെ പോലെ ഒരു ജനകീയ നേതാവിനെ കരിങ്കൊടി കാണിച്ചുകൊണ്ട് ഇടതുപക്ഷം കൂടുതൽ അപഹാസ്യമാവുകയാണെന്നും അഗതികളുടെ ആശ്രയ കേന്ദ്രമായ ഗാന്ധിഭവൻ പോലുള്ള ഒരു സ്ഥലത്തെത്തുന്ന മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടുന്നതും തടയുന്നതും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്നായാലും അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഗാന്ധിഭവൻ പാലിയേറ്റീവ് കെയർ സർവീസിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് നിർവഹിച്ചു. നന്മ നിറഞ്ഞ പ്രവൃത്തികൾ കൊണ്ട് ഗാന്ധിഭവൻ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ സ്വാഗതം ആശംസിച്ചു. MG യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ജേർണലിസം ഡയറക്ടർ പ്രൊഫസർ മാടവന ബാലകൃഷ്ണപിള്ള ആമുഖ പ്രഭാഷണം നടത്തി. മുരളിയ ഫൗണ്ടേഷൻ ചെയർമാൻ K മുരളീധരൻ മുഖ്യ സന്ദേശം നൽകി. മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ, ജന്മഭൂമി എഡിറ്റർ ലീല മേനോൻ, കൈരളി TV മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് എന്നിവർക്കാണ് ഈ വർഷത്തെ ഗാന്ധിഭവൻ പുരസ്കാരങ്ങൾ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയിൽ നിന്ന് മൂവരും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ഓയിൽ പാം ഇന്ത്യ ഡയറക്ടർ CR നജീബ്, M ഷേഖ് ഫരീദ്, രാജു മാത്യു, S രാധാകൃഷ്ണൻ, S സുധീശൻ, ചലച്ചിത്ര താരം കൊല്ലം തുളസി, CS മോഹനൻ, ഡോക്ടർ അടൂർ രാജൻ, ഡോക്ടർ ഗോകുലം ഗോപാലൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂരിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ LDF പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. പോലീസ് ശക്തമായ സന്നാഹമാണ് കരിങ്കൊടിക്കാരെ പ്രതിരോധിക്കാൻ ഒരുക്കിയിരുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പുനലൂരിൽ ഇടതുപക്ഷ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന അഴിമതിയുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് ഇടതുപക്ഷം സംഘടിപ്പിച്ചിരിക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരുന്നു കരിങ്കൊടി പ്രകടനം. പുനലൂരിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ഉമ്മൻചാണ്ടി. TB ജംഗ്ഷനിലാണ് ഇടതുപക്ഷ പ്രവർത്തകർ അദ്ദേഹത്തെ കരിങ്കൊടി കാട്ടിയത്. ഇടതുപക്ഷ പ്രവർത്തകർ കരിങ്കൊടിയുമായി പ്രതിഷേധിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയറിഞ്ഞ് പുനലൂർ DYSP KL ജോൺകുട്ടിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹമാണ് ഒരുക്കിയിരുന്നത്. 5 CIമാർ, 12 SIമാർ, 18 ASIമാർ, 2 ബറ്റാലിയൻ റിസർവ് പോലീസ് ഫോഴ്സ് എന്നിവയുടെ നേതൃത്വത്തിലാണ് കരിങ്കൊടിക്കാരെ പ്രതിരോധിച്ചത്. ഇടതുപക്ഷ പ്രവർത്തകർ TB ജംഗ്ഷനിൽ തടിച്ചുകൂടിയപ്പോൾ മുഖ്യമന്ത്രിക്ക് അനുഭാവം പ്രകടിപ്പിച്ച ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ TBയിൽ തടിച്ചുകൂടി മുദ്രാവാക്യം മുഴക്കി. 9:55 മുഖ്യമന്ത്രി TBയിലെത്തി. തൂക്കുപാലത്തിന് സമീപം പോലീസ് വലയത്തിനുള്ളിൽ ഇടതുപക്ഷ പ്രവർത്തകർ കരിങ്കൊടി ഉയർത്തിക്കാട്ടി പ്രതിഷേധം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ LDF പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. വൻ പോലീസ് സംഘത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നതിനാൽ മുഖ്യമന്ത്രിയുടെ യാത്ര തടസ്സപ്പെട്ടില്ല. പത്തനാപുരത്ത് നിന്ന് ഗാന്ധിഭവനിലേക്കുള്ള യാത്രാമധ്യേ മൂലക്കട ജംഗ്ഷനിൽ വെച്ചാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ LDF പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയത്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ രാവിലെ തന്നെ ഇവിടെ വൻ പോലീസ് സംഘം നിലയുറപ്പിച്ചിരുന്നു. പോലീസ് വലയം ഭേദിച്ച മുഖ്യമന്ത്രിയുടെ വാഹനം തടയാനുള്ള LDF പ്രവർത്തകരുടെ ശ്രമം വൻ പോലീസ് സംഘം തടഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മുഖ്യമന്ത്രി പങ്കെടുത്ത അവാർഡ് ദാന ചടങ്ങ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഗണേഷ് കുമാറിനെതിരെ പ്രതിഷേധവുമായി ഒരു സംഘം രംഗത്തെത്തി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് തങ്ങളെന്ന് ഇവർ പറഞ്ഞു.
ഗാന്ധിഭവനിൽ നടന്ന മാധ്യമ പുരസ്കാരദാന ചടങ്ങിൽ പങ്കുകൊണ്ട ശേഷം പുറത്തിറങ്ങിയപ്പോഴാണ് ഒരു സംഘം ഗണേഷ് കുമാറിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഗണേഷ് കുമാറിന്റെ വാഹനങ്ങൾ തടയാനുള്ള ശ്രമം പോലീസും കേരള കോൺഗ്രസ് ബി പ്രവർത്തകരും ചേർന്ന് തടസ്സപ്പെടുത്തിയത് വാക്കേറ്റത്തിനും സംഘർഷത്തിനും ഇടയാക്കി. അവാർഡുദാന ചടങ്ങിനിടെ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകാനെത്തിയ യുവാവിനോട് ചടങ്ങിന് ശേഷം നിവേദനം നൽകിയാൽ മതിയെന്ന് ഗണേഷ് പറഞ്ഞതാണ് പ്രതിഷേധത്തിന് കാരണമായി പറയുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഗണേഷ് കുമാറിനെതിരെ പ്രതിഷേധിച്ച് രംഗത്ത് വന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഇത് നിഷേധിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. 2010 ആൾമാറാട്ടം നടത്തിയും വ്യാജരേഖ ചമച്ചും കോടതിയെ പറ്റിച്ചാണ് സ്ത്രീപീഡന തട്ടിപ്പു കേസുകളിൽ ബിജു രാധാകൃഷ്ണൻ ജാമ്യം നേടിയതെന്ന് വ്യക്തമായി. ഇതോടെ ബിജുവിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ കൊട്ടാരക്കര കോടതി ഉത്തരവിട്ടു. പണക്കാരെയും സ്ത്രീകളെയും മാത്രമല്ല കോടതിയെയും രശ്മി വധക്കേസിലെ പ്രതി ബിജു രാധാകൃഷ്ണൻ കബളിപ്പിച്ചു. 2010 തട്ടിപ്പു കേസിലും സ്ത്രീപീഡന കേസിലും അറസ്റ്റിലായപ്പോൾ കോടതിയിൽ ആൾമാറാട്ടം നടത്തിയും വ്യാജരേഖകൾ ഹാജരാക്കിയുമാണ് ബിജു ജാമ്യം നേടിയതെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. കോടതിയെ പറ്റിച്ച ബിജുവിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ കൊട്ടാരക്കര 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു. 2006 ബിജുവിന്റെ ഭാര്യ രശ്മി കൊല്ലപ്പെട്ടത്. സ്ത്രീപീഡനമായാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. 2008 ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തെങ്കിലും ബിജു ഒളിവിലായിരുന്നു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ 2010 അറസ്റ്റിലായ ബിജുവിന്റെ പേരിൽ സ്ത്രീപീഡന കേസിലും ക്രൈംബ്രാഞ്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. 3 മാസത്തോളം ജയിലിലായ ബിജു അന്ന് വ്യാജരേഖകളും വ്യക്തികളെയും ഹാജരാക്കിയാണ് കൊട്ടാരക്കര കോടതിയിൽ നിന്ന് ജാമ്യമെടുത്തത്. ഇത് ക്രൈംബ്രാഞ്ച് കണ്ടെത്തുകയും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ബുധനാഴ്ച കോടതിയിൽ നൽകുകയും ചെയ്തു. തുടർന്നാണ് ബിജുവിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ കൊട്ടാരക്കര 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ഡി ശ്രീകുമാർ ഉത്തരവിട്ടത്. വട്ടപ്പാറ പോത്തൻകോട് നന്നാട്ടുകടവ് ഏഴിൽവാതുക്കൽ വീട്ടിൽ അജിൽകുമാർ, വിതുര ചന്ദന കോമ്പൗണ്ടിൽ സഹദേവൻ എന്നിവരെ ജാമ്യക്കാരായി ഹാജരാക്കിയാണ് കൊട്ടാരക്കര കോടതിയിൽ നിന്ന് ബിജു ജാമ്യം നേടിയത്. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിനാലാണ് സോളാർ തട്ടിപ്പ് വിവാദമായപ്പോൾ ബിജുവിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. പിന്നീടാണ് സ്ത്രീപീഡനത്തിനൊപ്പം കൊലപാതക കുറ്റവും ഉൾപ്പെടുത്തിയത്. 2010 ബിജുവിനെ ജാമ്യം നിന്നവരെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോഴാണ് കോടതിയെ കബളിപ്പിച്ചാണ് ബിജു ജാമ്യം നേടിയതെന്ന വസ്തുത ബോധ്യപ്പെട്ടത്. കോടതിയിൽ നൽകിയിരുന്ന തരത്തിലുള്ള മേൽവിലാസമോ ആളുകളോ നിലവിലില്ലെന്നും കോടതിയിൽ ഹാജരാക്കിയ കരമടച്ച രസീത് വ്യാജമാണെന്നും അതത് വില്ലേജ് ഓഫീസുകളിൽ നിന്നും പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും റിപ്പോർട്ട് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു. തുടർന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി CG സുരേഷ് കുമാർ കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. BJP പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജു വട്ടക്കാട് അരിപ്പയിലെ ആദിവാസികളുടെ സമരഭൂമി സന്ദർശിച്ചു. ആദിവാസികൾക്ക് സർക്കാർ ഭൂമി നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. BJP പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജു വട്ടക്കാടിന്റെ നേതൃത്വത്തിലുള്ള സംഘം അരിപ്പ സന്ദർശിച്ച് ADMSന്റെ നേതൃത്വത്തിൽ ആദിവാസികൾ തുടരുന്ന ഭൂസമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഭൂമിക്ക് വേണ്ടി ആദിവാസികൾ 250 ദിവസമായി അരിപ്പയിൽ സമരം ചെയ്യുകയാണ്. ആവശ്യങ്ങൾ അംഗീകരിച്ച് സമരക്കാർക്ക് ഭൂമി നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് ഷാജു വട്ടക്കാട് ആവശ്യപ്പെട്ടു. ആദിവാസി സമൂഹത്തിന് ഭൂമി നൽകി സമരം ഒത്തുതീർപ്പാക്കണമെന്നും ചെങ്കര സമരത്തെ തുടർന്ന് അരിപ്പയിൽ ഭൂമി അനുവദിക്കപ്പെട്ട 14 കുടുംബങ്ങൾക്ക് വൈദ്യുതിയും വഴിയും അടിയന്തരമായി ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് ഡിസംബറിൽ താലൂക്ക് ഓഫീസ് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ഷാജു വട്ടക്കാട് പറഞ്ഞു. ഏകദേശം 10 മാസത്തോളമായിരിക്കും. ഈ 10 മാസത്തോളമായിട്ടും അരിപ്പയിലെ ഈ ഭൂസമരം പരിഹരിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് യാതൊരു നടപടിയും സ്വീകരിക്കുന്നു. അതുമാത്രവുമല്ല, നമുക്കറിയാൻ സാധിക്കും, തൊട്ടപ്പുറത്ത് ചെങ്ങറ പാക്കേജിൻ്റെ ഭാഗമായിക്കൊണ്ട് ലഭിച്ച ഭൂമിയാണ്. ആ ഭൂമിയിലേക്ക് വൈദ്യുതിയില്ല, റോഡില്ല, വെളിച്ചമില്ല, ഒരു അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെയില്ല. അതുകൊണ്ട് ഈ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി. ഭാരതീയ ജനതാ പാർട്ടി ഇതിനകം തന്നെ ഈ സമരത്തിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കും. അരിപ്പയുടെ ഭൂസമരം ഇവിടുത്തെ ഈ ഭൂരഹിതരായിട്ടുള്ള മുഴുവൻ പട്ടികജാതിക്കാർക്കും ആദിവാസികൾക്കും പിന്നോക്ക ദുർബല ജനവിഭാഗങ്ങൾക്കും ഭൂമി നൽകണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഡിസംബർ മാസത്തിൽ ഭാരതീയ ജനതാ പട്ടികജാതി മോർച്ച ശക്തമായിട്ടുള്ള പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഡിസംബർ മാസത്തിൽ പട്ടികജാതി മോർച്ചയുടെ നേതൃത്വത്തിൽ ഇവിടെ
താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. BJP സംസ്ഥാന സെക്രട്ടറി രാജീവ് പ്രസാദ്, പട്ടികജാതി മോർച്ച സംസ്ഥാന സെക്രട്ടറിമാരായ പുരുഷോത്തമൻ, അശോകൻ, രേണു സുരേഷ്, BJP പുനലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആലഞ്ചേരി ജയചന്ദ്രൻ, ജനറൽ സെക്രട്ടറിമാരായ N വാസുദേവൻ, വടമൺ ബിജു, ഏരൂർ സുനിൽ എന്നിവർക്കൊപ്പമാണ് ഷാജി വട്ടക്കാട് സമരഭൂമി സന്ദർശിച്ചത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കക്ഷികൾക്ക് സമൻസ് എത്തുന്നതിലെ കാലതാമസം ഒഴിവാക്കാൻ നടപടിയുമായി ഉന്നത പോലീസ് നേതൃത്വം. സമൻസ് വൈകിയാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടായേക്കും. കോടതികളിൽ നിന്നുള്ള സമൻസ് എത്തിക്കുന്നത് വൈകിയാൽ അതുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ ഉന്നതതല നിർദ്ദേശം. സമൻസ് വിതരണം വേഗത്തിലാക്കാൻ സ്പെഷ്യൽ ഡ്രൈവിനും DGP നിർദ്ദേശം നൽകി. ഈ മാസം 14 വരെയാണ് സ്പെഷ്യൽ ഡ്രൈവ്. പല കേസിലെയും കക്ഷികൾക്ക് സമൻസ് കിട്ടാൻ വൈകുന്നത് പതിവായതോടെയാണ് DGPയുടെ ഇടപെടൽ. രശ്മി വധക്കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണന്റെ അമ്മ രാജമ്മാളിന് സമൻസ് നൽകാൻ വൈകിയത് കോടതിയുടെ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. ക്രൈം കോൺഫറൻസിന് മുന്നോടിയായി സമൻസ് നൽകുന്നത് പൂർത്തിയാക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ ദേബേഷ് കുമാർ ബെഹ്റ കർശന നിർദ്ദേശം നൽകിയിരുന്നു. സമൻസ്, വാറണ്ട് എന്നിവ യഥാസമയം നൽകണമെന്ന് റൂറൽ SP S സുരേന്ദ്രൻ സ്റ്റേഷൻ ചുമതലയുള്ള പോലീസ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കല്ലുവെട്ടാംകുഴി അഭയ സാംസ്കാരിക സമിതി സംഘടിപ്പിക്കുന്ന ഗ്രാമോത്സവം ശനിയാഴ്ച തുടങ്ങി. കല്ലുവെട്ടാംകുഴി അഭയ സാംസ്കാരിക സമിതിയുടെ 28ാം ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള ഗ്രാമോത്സവം 2013 വർണ്ണാഭമായ തുടക്കം. ശനിയാഴ്ച രാവിലെ സാംസ്കാരിക സമിതി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S മുരളീധരൻ നായർ ഗ്രാമോത്സവം ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരികപരമായി ഒട്ടനവധി നേട്ടങ്ങളും അഭിവൃദ്ധിയും പുരോഗതിയും നമ്മുടെ നാട് കൈവരിച്ചു എങ്കിലും നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ നിലനിർത്തുക നമുക്ക് ഓരോരുത്തർക്കും, ഞാൻ അടക്കമുള്ള ഓരോരുത്തർക്കും കഴിയുന്നുണ്ടോ എന്നുള്ള വിലയിരുത്തലിന് കൂടിയാണ് ഈ സമയം നമ്മൾ വിനിയോഗിക്കുന്നത്. രാവിലെ 10 മണിയോടെ വർണ്ണാഭമായ ഘോഷയാത്ര നടന്നു. രക്തഗ്രൂപ്പ് നിർണയവും രക്തദാന സേന രൂപീകരണവും സംഘടിപ്പിച്ചിരുന്നു. കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. സാംസ്കാരിക സമിതി പ്രസിഡന്റ് മനോജ്, സെക്രട്ടറി ഫൈസൽ, ട്രഷറർ നാരായണൻ, രക്ഷാധികാരി ശശിധരൻ, ആഘോഷ കമ്മിറ്റി കൺവീനർ ശ്യാം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. നരിക്കൽ കണിയാരുകുഴിയിൽ മധ്യവയസ്കന്റെ മൃതദേഹം റബ്ബർ തോട്ടത്തിലെ പാഴ്ക്കിണറ്റിൽ കണ്ടെത്തി. ദിവസങ്ങൾക്ക് മുൻപ് കാണാതായ പ്രദേശവാസിയാണ് മരിച്ചതെന്ന് സംശയിക്കുന്നു. നരിക്കൽ കണിയാരുകുഴിയിൽ റബ്ബർ തോട്ടത്തിനുള്ളിലെ ഉപയോഗശൂന്യമായ കിണറ്റിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കിണറ്റിൽ നിന്ന് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് ടാപ്പിംഗ് തൊഴിലാളി കിണർ പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടത്. സമീപവാസിയായ കണിയാരഴിക്കത്ത് മേലതിൽ ജോസിനെ കഴിഞ്ഞ 5 ദിവസമായി കാണുവാനില്ലായിരുന്നു. ജോസിന്റെ മൃതദേഹമാണ് ഇതെന്നാണ് നാട്ടുകാരുടെ സംശയം. പുനലൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഫോറൻസിക് പരിശോധന ആവശ്യമായതിനാൽ മൃതദേഹം പുറത്തെടുക്കുന്നത് ഞായറാഴ്ചത്തേക്ക് മാറ്റിവച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച നേതൃത്വ തൊഴിൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗായത്രി സ്വയം സഹായ സംഘം നേതൃത്വ തൊഴിൽ പരിശീലന ക്യാമ്പ് ഒക്ടോബർ 13 ഞായറാഴ്ച ആയൂർ ആമ്പാടി ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി കൊല്ലം ജില്ലാ പ്രസിഡന്റ് ലിജു ആലുവിള, ജനറൽ സെക്രട്ടറി M മണിക്കുട്ടൻ, TS ഹരിശങ്കർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാമൂഹ്യവും സാമ്പത്തികവുമായ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന വിശ്വകർമ്മരായ വനിതകളെ സാമ്പത്തിക മുന്നോക്കാവസ്ഥയിൽ എത്തിക്കുന്നതിനും അവർക്ക് വേണ്ട തൊഴിൽ പരിശീലനം നൽകുന്നതിനും വേണ്ടിയിട്ടാണ് ഗായത്രി സ്വയം സഹായ സംഘങ്ങൾ കൊല്ലം ജില്ലയിലും കേരളത്തിലുടനീളവും പ്രവർത്തിച്ചു വരുന്നത്. ഒരു ശാഖയുടെ കീഴിൽ 20 അംഗങ്ങളുള്ള ഗായത്രി സ്വയം സഹായ സംഘങ്ങൾ വിവിധ ഗ്രൂപ്പുകളായി പ്രവർത്തിച്ചാണ് കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നത് കൊല്ലം ജില്ലയിൽ. ന്യൂസ് ബ്യൂറോ, ചടയമംഗലം. ചിതറ മൃഗാശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം 24-ന് നടക്കും. ചടങ്ങുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് S മുരളീധരൻ നായർ ചെയർമാനായി സ്വാഗത സംഘം രൂപീകരിച്ചു. 24-ന് നടക്കുന്ന ചിതറ മൃഗാശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സ്വാഗത സംഘം രൂപീകരിച്ചു. പ്രസിഡന്റ് S മുരളീധരൻ നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ P വിമല മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, മൃഗാശുപത്രി ജീവനക്കാർ, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. സ്വാഗത സംഘം രക്ഷാധികാരികളായി MP N പീതാംബരക്കുറുപ്പ്, MLA മുല്ലക്കര നാഗരൻ, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ P വിമല, ജില്ലാ പഞ്ചായത്ത് അംഗം S ആനന്ദകുസുമം എന്നിവരെ തെരഞ്ഞെടുത്തു. S മുരളീധരൻ നായരാണ് സമിതി ചെയർമാൻ. 24-ന് കൃഷി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി KP മോഹനൻ ആശുപത്രി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കും. MLA മുല്ലക്കര രത്നാകരൻ, MP N പീതാംബരക്കുറുപ്പ് തുടങ്ങിയവർ സന്നിഹിതരാവും. ന്യൂസ് ബ്യൂറോ, കടക്കൽ. വിശ്വ സംസ്കൃത പ്രതിഷ്ഠാൻ സംസ്കൃത ഭാരതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 10 ദിന സംസ്കൃത ശിബിരം വെള്ളിയാഴ്ച പുനലൂരിൽ സമാപിച്ചു.
വിശ്വസംസ്കൃത പ്രതിഷ്ഠാൻ സംസ്കൃത ഭാരതി പുനലൂർ നഗരസമിതിയുടെ നേതൃത്വത്തിൽ സംസ്കൃത പഠന ശിബിരം സംഘടിപ്പിച്ചു. ഒക്ടോബർ 2 ആരംഭിച്ച ശിബിരം വെള്ളിയാഴ്ച സമാപിച്ചു. 10 ദിവസം 2 മണിക്കൂർ വീതമായിരുന്നു ക്ലാസ്. പ്രായഭേദമന്യേ സാധാരണക്കാരെ സംസ്കൃതം അനായാസം സംസാരിക്കാൻ പ്രാപ്തരാക്കുക എന്നതായിരുന്നു ശിബിരത്തിന്റെ ലക്ഷ്യം. മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടെ 50ഓളം പേരാണ് പങ്കെടുത്തത്. സംസ്കൃത ഭാഷയെ ഭാരതത്തിന്റെ എല്ലാ ഗ്രാമങ്ങളിലും എത്തിക്കുക, അതിലൂടെ ഭാരതത്തിന്റെ സംസ്കൃതി നിലനിർത്തുക എന്നിവയാണ് സംഘടന ലക്ഷ്യമിടുന്നത്. സമാപന സമ്മേളനം നഗരസഭ തൊളിക്കോട് വാർഡ് കൗൺസിലർ സരോജ ശശാങ്കൻ ഉദ്ഘാടനം ചെയ്തു. സംസ്കൃത ഭാരതിയുടെ ജില്ലാ കാര്യദർശി ഷിബുലാൽ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്കൃത ഭാരതി പത്തനാപുരം താലൂക്ക് അധ്യക്ഷ ഡി വിജയകുമാരി അധ്യക്ഷയായി. സംഘാടകൻ ഉണ്ണികൃഷ്ണൻ ക്ലാസുകൾ നയിച്ചു. किन्तु सरलतया आङ्ग्ले सम्भाषणं कर्तुं वयम् अशक्ताः. अत्र प्रतिदिनं खण्डद्वयं 10 दिनेभ्यः 20 खण्डाः वयं संस्कृतं पठितवन्तः. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തെന്മല ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിലെ തൊഴിലുറപ്പ് പദ്ധതി വിശദീകരണ യോഗം വെള്ളിയാഴ്ച ചേർന്നു. വാർഡിലെ 6 യൂണിറ്റുകൾക്കായി 3-ാം ഘട്ട പദ്ധതിയിൽ 4.5 ലക്ഷം രൂപയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2013 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തെന്മല ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിൽ പ്രോജക്ട് മീറ്റ് സംഘടിപ്പിച്ചു. വാർഡിലെ 6 തൊഴിലുറപ്പ് യൂണിറ്റുകൾക്കായി 3-ാം ഘട്ട പ്രോജക്റ്റിൽ 4,56,600 രൂപ ഉൾപ്പെടുത്തിയിരുന്നു. ഇതിന്റെ വർക്ക് പ്ലാനിങ്ങും ഗ്രൂപ്പുകൾക്കായി വർക്ക് തരംതിരിക്കലും നടന്നു. ADS പ്രസിഡന്റ് ലിസി ജോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വാർഡ് മെമ്പർ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആർ മനോജ് പദ്ധതി വിശദീകരിച്ചു. തെന്മല പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ പ്രൈമറി ഹെൽത്ത് ഇൻസ്പെക്ടർ അന്നമ്മ പരിസര ശുചീകരണം, മഴക്കാല രോഗങ്ങൾ എന്നിവയെ സംബന്ധിച്ച് ക്ലാസുകളെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഏറത്ത് സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും ഫ്രണ്ട്സ് ക്ലബിന്റെയും അസീസിയ മെഡിക്കൽ കോളേജിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഏറം സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും മിയണ്ണൂർ അസീസിയ മെഡിക്കൽ കോളേജിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഏറം ഗവൺമെന്റ് LPSൽ നടന്ന ക്യാമ്പ് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലളിതാഭായി ഉദ്ഘാടനം ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് തന്നെ നമ്മുടെ പ്രദേശങ്ങളിൽ ഓരോ രോഗങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പെട്ടെന്ന് അഞ്ചൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ ആയിരിക്കും സമീപിക്കുന്നത്. എന്നാൽ അവിടെ നമ്മൾ മണിക്കൂറുകളോളം ക്യൂ നിന്ന് മരുന്ന് ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങുമ്പോൾ തന്നെ എല്ലാം പുറത്തുനിന്ന് വാങ്ങുന്നതിന് കുറിച്ച് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം നമ്മുടെ ഈ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. സംഘാടക സമിതി രക്ഷാധികാരി VS സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ S ഹരിലാൽ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ P സീന, മിനി പ്രഭ, ഏറം ലൈബ്രറി പ്രസിഡന്റ് അബ്ദുൽ വഹാബ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ വീണ്ടും. പുനലൂർ മർത്തോമ ബോയ്സ് ഹോമിന്റെ നവതി ആഘോഷങ്ങൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ബാലമന്ദിരങ്ങൾ കുട്ടികളെ സംരക്ഷിക്കുന്നതിനൊപ്പം മുഖ്യധാരയിലേക്ക് നയിക്കുകയും ചെയ്യുന്നുവെന്ന് മുഖ്യമന്ത്രി. പത്തനാപുരം ഗാന്ധിഭവന്റെ മാധ്യമ അവാർഡുകൾ മുഖ്യമന്ത്രി വിതരണം ചെയ്തു. മുഖ്യമന്ത്രിക്ക് പുനലൂരും പത്തനാപുരത്തും LDF പ്രവർത്തകരുടെ കരിങ്കൊടി. പത്തനാപുരത്ത് ഗണേഷ് കുമാറിനെതിരെയും പ്രതിഷേധം. 2010 ആൾമാറാട്ടം നടത്തിയും വ്യാജരേഖ ചമച്ചും കോടതിയെ കബളിപ്പിച്ച് ജാമ്യം നേടിയതിന് ബിജു രാധാകൃഷ്ണനെതിരെ പുതിയ കേസ്. നരിക്കലിൽ റബ്ബർ തോട്ടത്തിലെ പാഴ്ക്കിണറിൽ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.